iQOO 8 സീരീസ് മെയ് 23 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. 2 മോഡൽസ് ആയിരിക്കും ഉണ്ടാവുക, അതായത് iQOO Neo 8ഉം അതുപോലെ iQOO Neo 8 Pro എന്ന് പറയുന്ന മോഡലും. അപ്പം ഈ ഒരു മോഡൽസിൻ്റെ കൺഫേം ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ അറിഞ്ഞിരിക്കുന്ന ലീക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം സിമിലർ ആയാണ് വന്നിരിക്കുന്നത്. യാതൊരു ചേഞ്ചും ഇതുവരെ വന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. മീഡിയടെക് ഡിമെൻസിറ്റി 9200+ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആയിരിക്കും എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. 8 പ്രോയിലായിരിക്കും ഈ ഒരു ചിപ്സെറ്റ് വരുന്നത്. അത് ഞാൻ മുമ്പ് ചെയ്ത ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു സീരീസിൽ നമുക്ക് ഒരു കളർ വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്. അതായത് റെഡ് കോമ്പിനേഷൻ വരുന്ന ഒരു മോഡലും കൂടെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ടോട്ടൽ 3 കളർ വേരിയൻറ്റിനായിരിക്കും വരുന്നത്. ടിപ്പിക്കലായുള്ള iQOOൻ്റെ ആ ഒരു കളർ വേരിയൻസ് ഉണ്ടാവും. അതുപോലെ ഒരു സ്പെഷ്യലായുള്ള ഒരു റെഡ് കളർ വേരിയൻറ്റും കൂടെ ഈ ഒരു 8 സീരീസിൽ വരുന്നുണ്ടെന്നുള്ളത് അവർ ആ ഒരു മോഡൽസിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും ഷെയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു റെഡ് കളർ വേരിയൻറ്റും കൂടെ നമുക്ക് ഈ ഒരു 8 സീരീസിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതിന് ക്യാമറ സെറ്റ് നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. പക്ഷേ ആ ഒരു ക്യാമറ സിസ്റ്റത്തിന് ഒരു ഡിഫറൻ്റ് ആയുള്ള ഫിനിഷിംഗ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ടെക്സ്ചറും കാര്യങ്ങളും ആ ഒരു ക്യാമറ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു പോസ്റ്ററിൽ തന്നെ നോക്കുന്ന സമയത്ത് അവരുടെ ക്യാമറ മൊഡ്യൂൾസിൽ ഒരു ചെറിയൊരു ടെക്സ്ചറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു ഡിഫറൻ്റ് ആയുള്ള രീതിയിലാണ് ആ ഒരു റെഡ് വേരിയൻറ്റ് വരാൻ പോകുന്നത്. ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളും നമ്മുടെ മറ്റ് വേരിയൻറ്റുകളിൽ അല്ലെങ്കിൽ കളർ വേരിയൻറ്റുകളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബ്ലാക്ക് ടെക്സ്ചറും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16 GB റാമാണ് ഏറ്റവും ഹൈ ലെവലായുള്ള റാം വേരിയൻറ്റ് വരുന്നത്. അതുപോലെ LPDDR 5Xൻ്റെ റാമാണ് വരുന്നത്. പിന്നെ നമുക്ക് UFS 4.0ൻ്റെ സ്റ്റോറേജ് വേരിയൻ്റാണ് വരുന്നത്. 512 GB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് കാര്യങ്ങൾ വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 256 GB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള സ്റ്റോറേജ് വേരിയൻ്റ് എന്ന്. പക്ഷേ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 512 GB ആണ് ഏറ്റവും ഹൈ ലെവലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഡിമെൻസിറ്റി 9200+ എന്ന് പറയുന്ന ചിപ്സെറ്റ്. അപ്പം നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓവറോൾ പെർഫോമൻസ് ആയിക്കോട്ടെ ഒരു പവർഫുൾ ആയുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പവർഫുൾ ആയ റാമും പിന്നെ സ്റ്റോറേജും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് Android 13 കിട്ടുന്നുണ്ട്. പിന്നെ അവരുടെ ലേറ്റസ്റ്റ് ആയുള്ള യൂയും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മോഡൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു ക്യാമറ സിസ്റ്റം ഏതൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ നമുക്ക് 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. വിത്ത് OS സപ്പോർട്ടറായുള്ള ലെൻസും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ നമുക്കിനകത്ത് V1+ ISP സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്കിനകത്ത് Vivo X90 വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സോണി സെൻസറാണ് ഇതിൽ വരുന്നത്. അതായത് സോണി IMX866 VSC എന്ന് പറയുന്ന ആ ഒരു സെൻസറാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ക്യാമറ സിസ്റ്റത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് 4K 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു പവർഫുൾ ആയ ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും അതുപോലെ 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായുള്ള ഒരു മോഡലായിരിക്കും ഇത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ 1% നിന്ന് 50% വരെ ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം 9 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് കമ്പനി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 6.78 ഇഞ്ചിൻ്റെ Full HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. HDR10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഡോൾബി വിഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിലും വരുന്നുണ്ട്. അതിലൊന്നും ഈ ഒരു ചേഞ്ച് ഇതുവരെ vannitilla. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ iQOO 8 Pro സീരീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. അപ്പം ഈ ഒരു സ്പെസിഫിക്കേഷനെ വെച്ച് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ നല്ലൊരു ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ Vivo X90 വന്നിരിക്കുന്ന ആ ഒരു സെൻസറും കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത് എന്നുള്ളത് അവർ ഒഫീഷ്യലായുള്ള രീതിയിൽ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നല്ലൊരു പവർഫുൾ ആയുള്ള ക്യാമറ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എന്തിനേലും ഈ ഒരു മോഡൽ 23 ലോഞ്ച് ചെയ്യുമെന്നുള്ളത്, അതായത് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുമെന്നുള്ളത് ഒഫീഷ്യലായി കൺഫേം ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ടിരിക്കുക. എങ്ങനെയുണ്ട്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ടിരിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.